നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 ആണ്ട് മേടമാസം 1 തീയതി ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. ചാരവശാലുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രാശിയിലും ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ച സമയത്തുള്ള ലഗ്നം വെച്ചുള്ള ഫലങ്ങളല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ വിഷുഫലം എന്തെന്നറിയുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തതായി വിഷുഫലം അറിയുന്ന രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിലെ വിശാഖം 4-ാം പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളുടെ ഫലമാണ് വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വിഷു പിറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശത്ത് ഒക്കെ നിൽക്കുന്നവർക്ക് ജോലി തടസ്സങ്ങളും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാതെ പോകുന്നൊക്കെ ഒരു സമയമാണ്. അതുപോലെ പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് അറിവില്ലാതെ ഒരു മേഖലയിലും പോകാതിരിക്കുക. കുടുംബ ജീവിതത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പുതിയ തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതും ഒക്കെ നല്ലതാണ്. ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമല്ല. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ധനപരമായി അല്പം മന്ദതയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേർന്നേക്കാം. ഒരു ജൂൺ ജൂലൈ മാസത്തോടെ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പതിയെ മാറി തുടങ്ങുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ്. ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നിങ്ങൾക്ക് നല്ല ഒരു വിഷു ആശംസകൾ നേരുന്നു.